ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ വരുന്നൊരു മുഖ്യമായൊരു ഭാഗമാണ് നമ്മുടെ ലക്ഷ്മിയും രേവതിയും ദേവുമെല്ലാം അതിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം, താനായി തന്നെ വീട്ടുകാർക്ക് നാണംകേട് വരുത്തി വെച്ചു എന്ന് കരുതിക്കൊണ്ട് തന്നെ ശരത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് അവരും കാണും. എന്നാൽ ആ ഒരു സമയത്ത് ഇതൊന്നും അറിയാതെ തന്നെ സച്ചി, രേവതിയും ദേവും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചി ശരത്തിനെ തിരക്കുന്ന നേരത്താണ് ശരത്ത് അവിടെയൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയുന്നതും. പെട്ടെന്ന് തന്നെ ദേവു വന്നിട്ട് പറയുകയാണ്, അവൻ അടുത്ത വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്നത് സച്ചിയായിട്ട് എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിയും ലക്ഷ്മിയൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. വേഗം തന്നെ സച്ചി ടെറസിന്റെ മുകളിലേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് ശരത്ത് താൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും, നാട്ടുകാർക്ക് നാണക്കേട് വരുത്തി ഞാൻ ജീവിക്കുകയില്ല എന്നൊക്കെ പറയുന്ന നേരത്ത് സച്ചി അരുത്, അതൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നത് ലക്ഷ്മി, രേവതിയും ദേവുവാണെങ്കിലും ശരത്തെ നീ അങ്ങനെ ചെയ്ത് കടുങ്കൈ ചെയ്യല്ലേ മോനെ എന്നൊക്കെ പറയാം കേട്ടോ. ഒരു സമയം തന്നെ ശരത്ത് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു മോൻ ജീവിക്കുന്നതിന് വെച്ച് ജീവിക്കാതിരിക്കണം, എന്തിനാ അമ്മ ഞാനിങ്ങനെ ജീവിക്കുന്നത്, ഞാനായി തന്നെ മരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് സമാധാനം, എൻ്റെ വീട്ടുകാർക്ക് നാണക്കേടെല്ലാം മാറി കിട്ടുന്നതായിരിക്കും എന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്ക് നീ അങ്ങനെയൊന്നും പറയില്ല മോനെ, അമ്മ ദേഷ്യത്തിന് പറഞ്ഞതാണെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. രേവതിയും ദേവു ആണെങ്കിലും ശരത്തേടാ മോനെ നീ അങ്ങനെ ചെയ്യില്ലേടാ, നീ ഇവിടെ വാ നമുക്ക് പറഞ്ഞ് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്ന സമയത്ത് സച്ചി വേഗം തന്നെ പറയാം, നിങ്ങളൊന്നും മിണ്ടായിരിക്കും, അവൻ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല, ശരത്തെ നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ താഴത്തേക്ക് ചാടുമെന്നൊക്കെ ശരത്ത് പറയുകയാണ് കേട്ടോ. അതായത് താൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളൊരു വാശയോട് കൂടി തന്നെയാണ് ശരത്ത് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി പറയാണ്, എടാ നീ ആത്മഹത്യ ചെയ്ത് നിനക്ക് ഒന്നും തന്നെ പറ്റാൻ പാടില്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന 1-ാം നിലയുടെ മുകളിൽ നിന്നാണ്, ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിൻ്റെ കയ്യോ കാലോ ഓടിയോ, ആ ഒരു സമയത്ത് നീ വേദന തിന്നേണ്ടി വരും, മാത്രമല്ല നാണക്കേടും ഉണ്ടാവും, ആത്മഹത്യ ചെയ്യാനായിട്ട് ചാടുകയും ചെയ്തു, നീ നിനക്കോട്ട് ചാവാനും പറ്റില്ല, നാട്ടുകാർക്ക് മുന്നേ നാണം കേടും, അതിനിടയ്ക്ക് പോലീസ് കേസ്, ജയില്, ഉള്ള വേദനകൾ മുഴുക്ക തിന്നുകയും ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞുകൊണ്ട് ശരത്തിൻ്റെ മനസ്സ് മാറ്റായിട്ട് ശ്രമിക്കാം കേട്ടോ. സച്ചി പറയുന്നത് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ തന്നെ സച്ചി വേഗം നിന്ന് ശരത്തിൻ്റെ കയ്യിൽ ബലമായി പിടിച്ച് മാറ്റി നിർത്തുക കേട്ടോ. അതിനുശേഷം സമാധാനത്തോടെ തന്നെ സംസാരിക്കുകയും ഇനി ഇങ്ങനെ ചെയ്ത് നിന്നെ അങ്ങനെ പോലീസുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നതോ കരുതുന്നുണ്ടോ, നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിന് ആത്മവിശ്വാസവും നൽകുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നാളെ നമ്മൾ കാത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.